ഭവന്തി ട്രാൻസ്ലേഷൻ വിവർത്തനം ബൈ പ്രഭുപാദ് ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസംയമനം, സുഖദുഃഖങ്ങൾ, ജനനമരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ആരാ സൃഷ്ടിച്ചത്? അപ്പം എല്ലാം നല്ലത് മാത്രമാണോ ഭഗവാൻ സൃഷ്ടിക്കുന്നത്? ആണോ? നല്ലതും ചീത്തയും എല്ലാം സൃഷ്ടിക്കുന്ന എന്താ? ഭഗവാന്റെ സൃഷ്ടി അല്ലാതെ ഒന്നുമില്ല എന്നർത്ഥം ആണ് എൻ്റെ മെയിൻ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്ത് കാണുന്നുണ്ടെങ്കിലും മോശമായാലും ദേഷ്യമായാലും അസൂയായാലും ഇല്ലേ, എന്ത് തന്നെയായാലും എന്താണ്? ഭഗവാനെ തന്നെ സൃഷ്ടിയാണ്. ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. നീ ഓരോ വേർഡുകൾ പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് വിവരിച്ച് തരികയാണത്. ശരിക്കും ബുദ്ധി എന്നത് വസ്തുതകളെ ശരിയായി കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും, ജ്ഞാനം എന്നത് ആത്മാവെന്ത് ജഡമെന്ത് എന്നിവ അറിയുന്നതുമാണ്. മനസ്സിലായില്ലേ? അപ്പോഴേ എന്താണ് എങ്ങനെയാണ് ഈ വസ്തുത എന്ന് പറയുന്നത്? എന്താ വസ്തു? നല്ലതും ചീത്തയുമായിട്ടുള്ള വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ബുദ്ധി എന്നത് വസ്തുക്കളെ ശരിയായി കാണാൻ കഴിയുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളൊരാൾ ബുദ്ധിയിലാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാണ് ബുദ്ധിയിലാണെന്ന് പറയുന്നത്? അല്ലേ? നല്ലപോലെ നല്ല ജോലിയുണ്ട്, നല്ല പൊസിഷനാണ്, നല്ല ബിസിനസ് ഉണ്ട്, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നതിനാണ് ബുദ്ധിയിലാണെന്ന് പറയും. അല്ലേ? ആണോ? അല്ല. ഇപ്പോഴായിരിക്കും അത് മനസ്സിലാക്കുകയാണ്. അല്ലേ? ഇപ്പോഴേ മനസ്സിലായത്. അതുവരെ നമ്മൾ എന്താ വിചാരിക്കും? നല്ല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല ബുദ്ധികളാണ്. ആണോ? വസ്തുതകളെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് ബുദ്ധിമാൻ. എന്താ വസ്തുത ശരിക്ക്? ഇവിടെ എന്താ ശരിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് കറക്റ്റായിട്ട്? കൃഷ്ണ കോൺഷ്യസ്. ഞാൻ ഈ ശരീരമല്ല എന്നല്ല, ഞാൻ മനുഷ്യനല്ല മനസ്സിലാക്കില്ലേ? മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്നിപ്പം നമ്മൾ മനുഷ്യനെന്ന് വിചാരിക്കുന്നില്ലേ? ആണോ? വിചാരിക്കുന്നില്ല. ഞാൻ ആത്മാവാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമാനാണോ? ഞാൻ ആത്മാവാണ്. എന്താണ് ആത്മാവ്, എന്താണ് ജഡം എന്ന് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയുള്ള ആൾക്കാർ അതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അതുവരെ ബുദ്ധിയൊന്നും ആയിട്ടില്ല എന്നർത്ഥം. ബുദ്ധിക്ക് വരാനുള്ള ചാൻസ് നോക്കുകയാണ് നമ്മൾ. പതുക്കെ ബുദ്ധിമാനാവാൻ നോക്കുകയാണ്. വസ്തുതകളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം. വസ്തുത എന്ന് വെച്ചാൽ മെയിൻ ഇവിടെ നമുക്കറിയേണ്ടത് എന്താണ്? ഞാൻ ആരാണെന്നുള്ളതാണ്. അത് നമുക്ക് ശരിക്കും അറിയുന്നില്ല. നമ്മളറിയുന്നത് ഏത് രീതിയിലാണ്? ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് ഉണ്ടാക്കുമ്പോഴും എന്താണ് കൊടുക്കുന്നതല്ലേ? നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടോ? അല്ലേ? ഇല്ല. നമ്മൾ ടെമ്പറായിട്ട് ജീവിക്കുന്ന ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേരും നമ്മുടെ പേരും ഇപ്പോഴത്തെ പേരും നമ്മൾ കൊടുക്കുന്നു. അത് കറക്റ്റാണോ? നമ്മുടെയാണോ ഐ ഡി? നമ്മുടെ ഐ ഡി ഇല്ല. നമ്മുടെ ഐ ഡി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ആത്മാവാണെന്നുള്ളതാണ് നമ്മുടെ ഐ ഡി. ഒറിജിനൽ ഐ ഡി എന്താണ്? നമ്മൾ ആത്മാവാണ്. അല്ലേ? പക്ഷെ അത് മനസ്സിലാക്കാത്ത സമയം വരെ അവർ ബുദ്ധിമാന്മാരാണോ? ടോപ്പ് മോസ്റ്റ് ഇവിടെ സയൻറ്റിസ്റ്റ് ആയിരിക്കാം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബുദ്ധിയില്ലാന്നുണ്ട്. ആവശ്യമുള്ള കാര്യത്തിൽ ബുദ്ധിയില്ലാന്നർത്ഥം. അല്ലേ? അതാണ് അതിന് മനസ്സിലാക്കാനുണ്ട്. ആവശ്യമുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ നമുക്ക് ബുദ്ധിയില്ലാതെ പോയി. അപ്പോൾ വസ്തുത ശരിക്കും മനസ്സിലാക്കലാണ് എന്ത്? ബുദ്ധിമാൻ്റെ ലക്ഷണം. ജ്ഞാനം എന്നത് ആത്മാവെന്ത് ജഡമെന്ത് എന്നറിയുന്ന ആണ് സത്യം. ശരിയായുള്ള ജ്ഞാനം എന്താണ്? ബുദ്ധി ജ്ഞാനമായിട്ട് കണക്ഷൻ ഉണ്ട്. അല്ലേ?
ബുദ്ധി ഉണ്ടെങ്കിൽ എന്തുണ്ട്? ജ്ഞാനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ആത്മാവ് എന്താണ്, ജഡം എന്താണെന്ന് പറയുന്നത്. എന്താ ജഡം? ജഡം എന്ന് വെച്ചാൽ എന്താ? ശവശരീരം അല്ലേ? ജീവനില്ലാത്ത ജീവനില്ലാത്ത എന്തോ. അപ്പോൾ ജീവനാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെന്താണ്? ജീവനാണ്. ഇത് ജഡമാണെന്ന് അർത്ഥം. ഇത് ശരീരം എന്താണെന്ന് ഇവിടെ നമ്മളിവിടെ ജീവൻ, നമ്മുടെ ആത്മാവ് ഇവിടെ ഇരിക്കുന്നു എന്നാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല അല്ലേ? മരിച്ച ശരീരം പ്രവർത്തിക്കുന്നുണ്ടോ? എന്താ കാര്യം? ആത്മാവ് പോയി എന്നർത്ഥം. അതാണ് കാര്യം, പറയുന്നില്ല. ആത്മാവ് ശരീരത്തിന് നഷ്ടപ്പെട്ടു, ആ ശരീരം ഉപേക്ഷിച്ചു എന്നർത്ഥം. ആത്മാവ് ശരീരം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ശരീരത്തിൽ ഇരിക്കാൻ സാധിക്കാതാകുമ്പോൾ ഉപേക്ഷിക്കുകയാണ്. അതായത് നമ്മൾ കീറിയ ഷർട്ട് കളയുന്ന പോലെ. അതാണ് എൻ്റെ കാര്യം. അതുപോലെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ആര്? ബുദ്ധിമാന്മാർ. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന ധാരണ, സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ് അല്ലേ? സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ നോളജ്, ആ അറിവ് എന്താണ്? എന്തിനെക്കുറിച്ച് പഠിക്കുന്ന മുഴുവൻ? ജഡത്തെക്കുറിച്ച്. ജഡത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നത് അല്ലേ? സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. ഈ ഭൗതിക പദാർത്ഥം എന്താണ്? ആത്മാവില്ലാത്ത ഭൗതിക എന്താണ്? ജഡമാണ്. അത് ശരി. അപ്പോൾ അതാണ് കിട്ടുന്ന നോളജിന് അർത്ഥം. പക്ഷേ അത് മനസ്സിലാക്കാൻ ആൾക്കാർ കഴിയുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ബുദ്ധിയിലെ ആൾക്കാരാണോ? അവിടെ അധികം ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ? അല്പജ്ഞാനി അല്ലേ? അന്ന് മഹാരാജ് 3 എത്ര പറഞ്ഞില്ലേ? അല്പജ്ഞാനം, അതുപോലെ അത് എന്താ അല്പായുഷ അല്ല, അതല്ല പറഞ്ഞു, സുമേധസ്സ. മനസ്സിലായി? മന്ദബുദ്ധി, നല്ല ബുദ്ധിയുള്ള ആൾക്കാരും അല്പം മോശമായിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരും ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും. 3 തരത്തിലുള്ള പറയുന്നു. ബുദ്ധിയില്ലാത്ത ആൾക്കാർ, മറ്റേ അല്പം അറിയുന്ന ആൾക്കാർ, മറ്റേ സുമേധസ്സ അല്ല. സുമേധസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാരെന്ന് വരുന്നത്. മനസ്സിലായി? സുമേധസ്സ. ഓക്കെ. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. അതിവിടെ ജ്ഞാനമായി അംഗീകരിച്ചിട്ടില്ല. ഭഗവത്ഗീത, അതായത് ഭഗവാനോട് അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. ഭഗവത്ഗീത അംഗീകരിച്ചില്ല എൻ്റെ അർത്ഥം എന്താ? ഭഗവാനോട് അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. അതാണ് കാര്യം. അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറയും. അതല്ല, ഭഗവാനോട് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചില്ല. ജ്ഞാനം എന്നാൽ ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കലാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്നൊന്നില്ല. ഭൗതിക മൂലകങ്ങളിലും ശാരീരിക ആവശ്യങ്ങളിലും മാത്രമാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് പൂർണ്ണതയില്ല. വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് നിങ്ങൾക്ക് പൂർണ്ണതയില്ല. എങ്ങനെയാണ് പൂർണ്ണമാവുന്നത്? ബ്രഹ്മജ്ഞാനിയാവുമ്പോൾ, ബ്രഹ്മത്തെക്കുറിച്ച് അറിയുമ്പോൾ. അതാണ് ബ്രഹ്മജ്ഞാനിയാണ്. അപ്പോഴാണ് അവർ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. ആരാ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ? ബ്രാഹ്മണന്മാരാണ്. ബ്രഹ്മജ്ഞാനിയുള്ള ആൾക്കാർ ബ്രാഹ്മണന്മാരെന്ന് നടത്താം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ പ്രത്യേക തരത്തിലുള്ള ഒരു കുലത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബ്രഹ്മജ്ഞാനി ആണ് ബുദ്ധിമാൻ, ആണ് ബ്രാഹ്മണൻ, അതാണ് ബുദ്ധിമാൻ. അപ്പോൾ ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കും? ബുദ്ധിമാനായിരിക്കും എന്നർത്ഥം. ബ്രഹ്മജ്ഞാനി ഇല്ലാത്ത നിങ്ങൾ വിളിക്കുന്ന ബ്രാഹ്മണന്മാരോ എന്ത് ബുദ്ധിയായിരിക്കും അവർക്ക്? മന്ദബുദ്ധിയിലാണ്. അസമ്മോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നുള്ള മോചനം. അസമ്മോഹം, സംശയം എന്നുള്ള മോചനം. എന്തായിരിക്കും നമ്മുടെ അസമ്മോഹം? മോഹസ്ഥ, ഇല്യൂഷൻ എന്ന് പറയില്ലേ, നമ്മൾ മായ എന്നൊക്കെ പറയില്ലേ, അതില്ലാത്ത ആളെന്നർത്ഥം. അസമ്മോഹം, ആ മോഹാവസ്ഥയില്ല. കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളെന്നാണ്. സമൂഹം എന്ന് വെച്ചാൽ, സമൂഹം എന്ന് വെച്ചാൽ ഈക്വലി എന്നർത്ഥം. ഞാൻ ഈക്വലാണെന്ന്. ആ സമ്മോഹം, ഇതെന്താ? സമ്മോഹം, അസമ്മോഹം, സമ്മോഹം. അസമ്മോഹം
മായ മായയിൽ പെടാത്ത ആളെന്ന് കിട്ടും. അസമോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നും ഉള്ള മോചനം, അതാണ് അസമ്മോഹം. എന്ത് കണ്ടു കഴിഞ്ഞാൽ അതെന്താ വസ്തുക്കൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം. അല്ലാത്ത ആൾക്കാരോ അത് ക്ലിയറായിട്ട് എങ്ങനെ ഇപ്പോൾ രാത്രി പ്രോപ്പർ ഒരു എക്സാമ്പിൾ തന്നിരുന്നു. രാത്രി നമ്മൾ ലൈറ്റില്ല നമുക്ക് നടക്കുന്ന സമയത്ത് കാലിൽ എന്തോ തട്ടി അല്ലെങ്കിൽ എന്തോ കൊടുക്കുന്ന പോലെ പാമ്പ് പോലെ തോന്നുന്നുണ്ടോ? അതെന്താണ് ശരിക്കും? അത് സമൂഹമാണ്. അത് ശരിക്കും അത് വെറും കയറായിരിക്കും. മനസ്സിലായില്ല? ആ കയറെങ്ങനെ കിടക്കുന്നത് പാമ്പോലെ. അപ്പോൾ ഈ സംശയമാണ് അത് ശരിക്കും മാറിയില്ല. പിന്നെ വന്ന് ലൈറ്റ് വരുമ്പോഴാണ് അറിയുന്നത് അതോ ഇതെന്തായിരുന്നു കയറായിരുന്നു. അപ്പോൾ ഈ പാമ്പിനെ കയറാണെന്ന് വിചാരിക്കുന്നതാണ് ആ തരത്തിലുള്ള ചിന്തയുണ്ടല്ലോ. വസ്തുക്കളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ഈ ഭ്രമാവസ്ഥ എന്ന് പറയുന്നത്. ബുദ്ധിയിലെ ആൾക്കാർക്ക് ശരിക്കും കാണാൻ നിർത്തും എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പോൾ രാത്രി എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇരുട്ടിൻ്റെ ഇതല്ല പറയുന്നത്. ബുദ്ധിയില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കുന്നതെല്ലാം ഇരുട്ടിൽ കൂടിയാണ്. ശരിയാണ്, തമോ ഗുണക്കാരായിരിക്കും. തമസെന്ന് വെച്ചാൽ ഇരുട്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത്. തമോ ഗുണം എന്ന് വെച്ചാൽ എന്താ? ഇരുട്ടിലുള്ള ഗുണമാണ്. ഇരുട്ടിലുള്ള ഗുണം ഒന്നും ക്ലിയറല്ല അല്ലേ? ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയല്ല എന്നർത്ഥം. പാസമോഹം അതുപോലെ അഥവാ സംശയങ്ങളിൽ നിന്നുള്ള ഭ്രമങ്ങളിൽ നിന്നുള്ള എല്ലാ മോചനമാണ് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് പതുക്കെ നമുക്ക് എന്താകും? ഈ വ്യാമോഹങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാമെന്നർത്ഥം ഇല്ലേ? എന്താ പറയുന്നത് നമ്മൾ? ഓം അജ്ഞാന തിമിരന്തസ്യ എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ലേ? അജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മ. അജ്ഞാന തിമിരം ബാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയാൻ നിർത്തും അല്ലേ? അപ്പോൾ അജ്ഞാനം കൊണ്ട് എന്ത് പറ്റി? എൻ്റെ കണ്ണ് കാഴ്ചയില്ലാതെ പോയിരുന്നത്. അങ്ങനെയാണ്. ഓം അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന സ്ഥലമാക്കി. അപ്പോൾ എന്താണ്? അജ്ഞാനം കൊണ്ട് കളിച്ചു പോയപ്പോഴേ ജ്ഞാനം കൊണ്ടുള്ള മരുന്ന് എഴുതണതല്ലേ? ജ്ഞാനം കൊണ്ട് ചക്ഷുരുമീരിതം. അപ്പോൾ നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്നു? നമ്മളെ ഇപ്പോൾ ഈ ശരിയായ അവസ്ഥയിലേക്ക് വരുന്നു. അജ്ഞാനം തന്നെ നശിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഗുരുവാണ് ചെയ്യുന്നത്. ആ ഗുരുവിനെ നമ്മൾ നമിക്കുകയാണ് ചെയ്യുന്നത്. അജ്ഞാനമാണ്, അന്ധകാരമാണെന്നർത്ഥം നമ്മുടെ കണ്ണിൽ. മനസ്സിലായില്ലേ? കാണുന്നുണ്ട് പക്ഷേ കാണുന്നില്ല. പശ്യൻ അഭീന പശ്യതി. കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ ശരിയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം. എല്ലാം കാണുന്നുണ്ട് പക്ഷേ വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇത്. അപ്പോൾ ഇത് പതുക്കെ ആധ്യാത്മികമായിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ കണ്ണ് തുറക്കാൻ തുടങ്ങുന്നത്. പതുക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ ഇതുവരെ കണ്ടതല്ല അപ്പോഴും കാണുന്നത് ആണോ? ആയിരിക്കില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ശരിക്കും കാണാം. പക്ഷേ എല്ലാവർക്കും കാണാനുള്ള ചാൻസ് ഇവിടെയുണ്ട്. പക്ഷേ ചാൻസ് ഉണ്ടെങ്കിലും എല്ലാവരും കാണാൻ ശ്രമിക്കുന്നില്ല. അതാണ് എൻ്റെ കാര്യം. അതിനുള്ള കഴിവ് അവർക്കില്ല എന്നർത്ഥം. അതിൻ്റെ ഇപ്പോൾ ഇവിടെ സൂര്യൻ വെച്ച് നിൽക്കുന്നുണ്ട്, ഇവിടെ വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കണ്ണ് കാണാത്ത ഒരാൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് സൂര്യൻ്റെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമുണ്ട്. കാരണം നമുക്ക് കണ്ണ് കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ കാര്യം ഒന്നുമില്ല. പൊതുവെ നടന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മളിലുള്ള കുഴപ്പം നമുക്ക് അറിയാൻ പറ്റില്ല. എന്താ കാര്യം? നമ്മൾ അങ്ങനെയായി തീർന്നു. അതാണ് വളരെയധികം കാലങ്ങൾ ഈ പല ശരീരം എടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് തെറ്റായി തോന്നുന്നു? ഇപ്പോഴും നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തെറ്റായി തോന്നും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് തോന്നും. ഒരു എക്സാമ്പിൾ തന്നു കൊടുക്കുന്നത്, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയി? നമ്മൾ ആത്മാവാണ്, പക്ഷെ നമുക്ക് എങ്ങനെയായിപ്പോയി? ജഡശരീരം അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് എന്തായി? നമുക്ക് തോന്നുന്നു ഇതൊക്കെയാണ്, ഈ കാണുന്നതൊക്കെയാണ് എല്ലാം എന്നുള്ളത്. അങ്ങനെയല്ല, കാണാത്തതാണെല്ലാം. കാണുന്നത് എല്ലാം കാണുന്നത് എന്താണ്? നശ്വരങ്ങളാണെല്ലാം അല്ലേ? നശ്വരം ഗൃഹമാണ് വെച്ചാൽ വിദ്ധി മായാമനോഹരം. ഈ കാണുന്നതെല്ലാം മായയാണ്. മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ കാണുന്നില്ല എന്നർത്ഥം ഇല്ലേ? ഇപ്പം നമ്മളൊരു മാവ് കണ്ടാൽ നമ്മൾ വിചാരിക്കുക മാവ് കിട്ടും അല്ലേ? കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും. പക്ഷെ മാവിൻ്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ സെയിം ആത്മാവാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അറിയുന്നുണ്ടോ? നമ്മളത് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? എൻ്റെ അകത്തിരിക്കുന്ന അതേ സെയിം ആത്മാവ്, ഒരു വ്യത്യാസമില്ല അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. പണ്ഡിത സമദർശന അല്ലേ? വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചേവ ശൊപാക്കച്ച. ആരാണ് ശൊപാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പട്ടിമാംസം കഴിക്കുന്നതാണ്. ശൂനി വെച്ചാൽ പട്ടി
ബ്രാഹ്മണൻ, അതുപോലെ ഹസ്തിനി, ചാന, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാലും പണ്ഡിത സമദർശന എന്നതാണ്. പണ്ഡിതന്മാരാണെങ്കിൽ എല്ലാം ഒന്നിച്ചാണ് കാണുന്നത്, ഒരേപോലെ കാണുന്നത്. അവർക്കറിയാം അത് മാരായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തായാലും പട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പട്ടി കഴിക്കുന്ന ആളായിട്ട് ആൾ വേറെ ആൾ വളർന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരേ ആത്മാവാണ്. ഈ ഭഗവാൻ സമോഹം സർവോപദേശം എന്താ പറയുന്നത് വെച്ചിട്ട് എല്ലാം ഭഗവാന്റെ അംശമാണത്. ഭഗവാന്റെ അംശം, ഭഗവാന്റെ മക്കളാണ് എല്ലാം. അതാണ് സമൂഹം സർവഭൂതേഷു എന്ന് പറയുന്നത്. എനിക്ക് ആരോടും പ്രത്യേകിച്ച് എൻ്റെ മക്കളെല്ലാവർക്കും എല്ലാം എനിക്ക് ഒരുപോലെ. അതാണ് പിതാഹമസ് ജഗത്തോന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിൻ്റെ പിതാവ് ഞാനാണ്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു ആളോട് നിങ്ങൾ ദേഷ്യം കാണിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ടാവും. ഭഗവാനത്തിന് മകനല്ലേ നിങ്ങൾ മോശമായിട്ട് പറയുന്നത്. നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവും? നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഭഗവാൻ ഇഷ്ടമുണ്ടാവുമോ? ഇഷ്ടമുണ്ടാവില്ല. എന്തുകൊണ്ട് ഇഷ്ടമുണ്ടാവില്ല? അതും നിങ്ങൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും ഭഗവാന്റെ മക്കളാണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? വസ്തുക്കൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരാണോ? നമ്മൾ ബുദ്ധിമാന്മാരാണോ? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആയിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതിന് എന്തുകൊണ്ട് വളരെയധികം ജന്മങ്ങൾ എടുത്തിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ശരീരമാണെന്നത്. അങ്ങനെ കാര്യം ഞാനന്ന് പറഞ്ഞില്ലേ, സർക്കസിൽ ഉള്ള സിംഹം അല്ലെങ്കിൽ പുലി, അതിനറിയില്ല അതിൻ്റെ കഴിവ്. എന്താ കാര്യം? അടി കൊണ്ടിട്ട് അല്പം ഭക്ഷണം കിട്ടും അതിന്. കൂട്ടിലിട്ട് ആദ്യം സിംഹത്തിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് അറിയും? പിടിച്ചിട്ട് കൂട്ടിലിടും, ഭക്ഷണം കൊടുക്കാതെ കൂട്ടിലിട്ടിട്ട് അത് വിശന്ന് തളരും. കണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ഇട്ട് കൊടുക്കും കൂട്ടിലേക്ക്, കുറേ അടിക്കും. അപ്പോൾ സിംഹത്തിൻ്റെ വിചാരം എന്താണെന്നറിയോ? ഈ അടി കിട്ടിയാലേ എനിക്കിത് കിട്ടുള്ളൂ എന്നാണ്. അടി. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ത് വേണം? അടി വാങ്ങണം എന്നുള്ളതാണ്. അതുപോലെ വളരെയധികം കാലം കഴിഞ്ഞിട്ട് ആ സിംഹം അത് മറക്കുകയാണ്. സിംഹത്തിൻ്റെ കഴിവ് മറന്നുപോയി. സിംഹത്തിന് ആ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആടിക്കഴിഞ്ഞാൽ ഒറ്റ ആൾ സർക്കസിൻ്റെ കൂടായിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. പക്ഷെ അതിന് ആ ബുദ്ധി പോയി. ബുദ്ധിയുണ്ടെങ്കിൽ വെച്ചാൽ ആളില്ല, അടി കഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമോ? ബുദ്ധി പോയി. എങ്ങനെ ബുദ്ധി പോയി? അടി കിട്ടി. അതുപോലെ ഈ മായയുടെ അടിയും പല പ്രയാസങ്ങളും എടുത്ത് നമ്മളെന്തായി? നമ്മളും അതുപോലെ തന്നെ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ആത്മാവെന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? സാധിക്കുന്നില്ല. എന്താ കാര്യം? കണ്ടമാനം ജന്മങ്ങൾ എടുത്തിട്ട് കണ്ടമാനം ശരീരത്തിൽ കടന്നപ്പോൾ നമ്മുടെ മനസ്സ് അവർക്ക് കവർ ചെയ്തു. മനസ്സിലായില്ലേ? മനസ്സ് ഒറിജിനൽ ഇത് പോയി കഴിഞ്ഞു. അതിനാണ് നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിൽ പറയുന്നുണ്ട്, ചാൻഡിക്കിൻ്റെ സമയത്തൊക്കെ പറയുന്നില്ല, വിശ്വാസകം ചേതോദർപ്പണമാർച്ചനം. അതാണ് അത് നമ്മൾ പാടുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ ചേതസ്സുണ്ടല്ലോ, മനസ്സ് പൊടി പിടിച്ച് എടുക്കുക. കണ്ണാട കാണുന്നില്ല, അത് പൊടി പിടിച്ച് എന്താ നമുക്ക് കാണാൻ പറ്റുക? കണ്ണാടി നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമോ? ചേതോദർപ്പണമാർജനം, ചേതസ്സാകുന്ന ആ ദർപ്പണത്തിന്, അതായത് കണ്ണാടിയെ മാർജനം ചെയ്യണം, ക്ലീൻ ചെയ്യണം. എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്? നാമസങ്കീർത്തനം കൊണ്ട്. അത് ചെയ്യുന്ന നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് കുറേയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒറ്റ മിഷൻ്റെയാണ്, പ്രഭുപാദിൻ്റെ മിഷൻ്റെ, അതായത് ഇസ്കോണിൻ്റെ റിയൽ വിഷനായതുകൊണ്ടാണ് ശരിക്കും ഒറിജിനലി. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള, നമുക്ക് അറ്റ്ലീസ്റ്റ് വഴി മനസ്സിലായി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗ്യമല്ലേ. നമുക്ക് എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, അത് മനസ്സാ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ല. എന്താ കാര്യം വെച്ചാൽ അല്പം കൂടി ക്ലീൻ ആവാണ്ടെന്നുണ്ടോ? അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രഭുപാദായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്, വേറൊന്നുമില്ല. ബാക്കി എത്ര ആൾക്കാരുണ്ട്. നമ്മൾ കണക്ട് ചെയ്ത് പ്രഭുപാദായതുകൊണ്ട്, ഇസ്കോൺ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും മനസ്സിലായി. മറ്റാൾക്കാർക്ക് വഴി മനസ്സിലായിട്ടില്ല. നമ്മൾ എവിടേക്കാണ് പോകാനിരിക്കുന്നത് ആർക്കും അറിയില്ല. എവിടേക്കാണ് പോകുന്ന കറക്റ്റായിട്ട് ആൻസർ ആർക്കും പറയാൻ കഴിയില്ല. ആരാണ് ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൻസർ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? സാധിക്കില്ല. ആൻസർ ആർക്ക് തരാൻ പറ്റും? ആരാണ് ശരിക്ക് ഭഗവാൻ എന്നുള്ളത്?
ഈ പ്രഭാതത്തെ മിഷനിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയുന്നുള്ളൂ. മറ്റുള്ള ഹയർ ആൾക്കാർ പോലും എന്താണ്, അവരൊക്കെ കറങ്ങി നടക്കണം. അവരൊക്കെ അതാണോ ഇതാണോ എന്ന് പറയുന്നത് സംശയമാണ് അവർക്ക്, ഹയർ ആൾക്കാർക്ക്. അപ്പോൾ പ്രഭുപാദിൻ്റെ മേഴ്സിയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അതായത് എന്താണ് വസ്തുത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള ജ്ഞാനം വിജ്ഞാന സഹിതം എന്ന് പറയും. ജ്ഞാനം ഉണ്ട്, പക്ഷേ വിജ്ഞാനത്തിലേക്ക് കടന്നിട്ടില്ല എന്നർത്ഥം. പ്രാക്ടീസ് നോളജ് ഉണ്ട്, എക്സ്പീരിയൻസ് നോളജ് വേണം. നമുക്ക് നോളജ് ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്തുകൊണ്ട്? മാർജനം നടക്കുന്നില്ല കറക്റ്റായിട്ട്. ചേതോദർപ്പണ മാർജനം നടക്കാത്തതുകൊണ്ട് നടന്നു വരുമ്പോൾ പതുക്കെ തന്നെ കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ടോ ഡാമിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് ഏർലി മോർണിംഗിൽ 4 ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ പതുക്കെ സൂര്യൻ വരുന്ന സമയത്ത് കാണാം ഒരു നീല പോലെയൊക്കെ മൂടി കിട്ടുന്നത് കാണാം. പിന്നെ മനസ്സിലായത് മലയായിരുന്നു അതെന്ന്. പിന്നെ മല മാത്രമല്ല, അതിലുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നത് വെളിച്ചം വരുമ്പോൾ. അങ്ങനെയാണ് നമ്മുടെ ദൃഷ്ടി ഇപ്പോൾ ഒരു പ്രത്യേക തരം മോഡലിൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ പതുക്കെ ചേതോദർപ്പണം മാർജനം നടക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. ആരെങ്കിലും വായിക്കുമോ ഇതിൻ്റെ ബാക്കി? അടുത്ത കുറേ വായിക്കേണ്ടത്. തീർച്ചയായും വ്യാമോഹങ്ങളിൽ നിന്ന് അയാൾ മുക്തനായിട്ടില്ല. അന്ധമായി ഒന്നിനെയും സ്വീകരിച്ചുകൂടാ. ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം സ്വീകരിക്കാൻ. ക്ഷമ, മാപ്പുകൊടുക്കൽ പരിശീലിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പൊറുക്കുക. സത്യം എന്ന് വെച്ചാൽ വസ്തുതകളെ അന്യർക്ക് ഉപകരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക. സത്യത്തെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൂടാ. സാമൂഹ്യ മര്യാദയനുസരിച്ച് മറ്റുള്ളവർക്ക് ഹിതകരമായ സത്യം മാത്രമേ പറയാവൂ. ഇത് ഒരു മിനിറ്റ്, ഈ സത്യം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? മറ്റുള്ള ആൾക്കാർക്ക് ഹിതകരമായിട്ടുള്ള സത്യം മാത്രം പറഞ്ഞാൽ മതി എന്നർത്ഥം. മറ്റാൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കേണ്ട സത്യം പറയേണ്ടതെന്നർത്ഥം. അത് സത്യമായിട്ട് സത്യം പറയുമ്പോൾ മറ്റാൾക്കാർക്ക് പ്രയാസമുള്ള സത്യം പറയേണ്ടതെന്നർത്ഥം. മറ്റാൾക്കാർക്ക് ഹിതകരമായ സത്യം വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ കൃഷ്ണ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റാൾക്കാർക്ക് ഹിതമാണ്, അവർക്ക് ഇഷ്ടപ്പെടാനുള്ള അത് പറയാം. അല്ലാതെ ഇവിടെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യമില്ല, അതുപോലെ തന്നെ അസത്യമില്ല. എന്താ സത്യമില്ല അസത്യം ഇല്ല എന്ന് പറയാൻ കാരണം? അല്ല, ഇപ്പം നിങ്ങൾ കുറേ കൂടി അഡ്വാൻസായി നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ഒരു സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. സ്വപ്നം ഇതൊന്നും ഒറിജിനൽ അല്ല എന്നർത്ഥം. മറ്റേ എന്തിൻ്റെ ഒരു ഛായയാണത്, റിഫ്ലക്ഷനത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിവിടെ ചെയ്യുന്ന മുഴുവൻ എന്താണത്? ഒറിജിനൽ. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ എന്താണ്? ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മൾ അച്ഛൻ, അമ്മ, മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മൾ അങ്ങനെ ബന്ധമുണ്ടോ ആത്മാവിനെ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്താ മനസ്സിലാക്കിയിട്ടില്ല? നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ വീടായിട്ട് പിന്നെ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക്? നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ആ സ്ഥലം ക്ലെയിം ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരണം, അതാ ഞാൻ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പേരിലുള്ള സ്ഥലം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെയാണോ അത്? അപ്പോഴേ അത് വേറെ ആളുടെ ആയില്ലേ? അതുപോലെ നിങ്ങൾ മകൻ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് മരിച്ചു കഴിഞ്ഞാൽ എന്താ അവർക്ക് പോണത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ എന്താ കിട്ടുന്നത്? വേറെ ശരീരം കിട്ടുന്നില്ലേ? വേറെ ശരീരം കിട്ടുമ്പോൾ ആ ശരീരമായിട്ട് കണക്ട് ചെയ്താൽ എന്തല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? പിന്നെ അവിടെ അച്ഛൻ മക്കളൊക്കെ പിന്നെ വേറെ സ്വന്തമായി. അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ കാണുന്നത് മുഴുവൻ നിദ്ര സ്വപ്നാനുഗോ, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ടല്ലോ, അതുപോലെയാണ്. പിതൃധാരാന്ത ബന്ധുവിനാം സംഗമം പാന്ത സംഗമം. പിതൃ എന്ന് വെച്ചാൽ അച്ഛൻ, അതുപോലെ തന്നെ ആപ്ത, ധാര, മക്കള്, ഭാര്യ, എല്ലാവരും സംഗമ പാന്ത സംഗമം. ഈ കാണുന്ന നിങ്ങളുടെ കൂട്ടുകെട്ടുണ്ടോ? ഈ കൂട്ട് വഴിപോക്കര് കാണുന്ന പോലെയാണ്. വഴിപോക്കര് ഒരു വീട്ടിൽ ഒന്നിച്ച് കാണും. എന്നിട്ട് ചോദിക്കുക എവിടേക്കാണ് പോകുന്നത്, എന്താ പോകണം, ഒരു 5 മിനിറ്റ് സംസാരിച്ച് അവർ പോയി, അങ്ങ് പോയി. അത്രയേ ഉള്ളൂ എന്ന് ഇത് പറയുന്നത്.
എങ്ങനെ അതിനാണ് പറയും ഇതെല്ലാ ബന്ധങ്ങളും എന്താണ് ശരിക്കും സംഗമം. ഈ സംഗമം ഉണ്ടല്ലോ, ഈ വീട് സംഗമം, നിങ്ങൾ പാന്ത സംഗമം, അത് വഴി പോക്കരുടെ ഇടയ്ക്ക് കാണുന്ന ഒരു സംഗമമാണെന്ന്. ശ്രീമദ് ഭാഗവതം 11-ാമത്തെ കാര്യമില്ല, ഞാൻ എൻ്റെ അടുത്ത് പറയുന്നതല്ല അത്. ഭഗവാൻ നേരിട്ട് സംസാരിക്കുന്നത് ഇതല്ലേ, ഉദ്ധവരോട് സംസാരിക്കുന്നത് പാന്ത സംഗമമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഓക്കെ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. ആ സ്മൃതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ആ സ്ഥലം നിങ്ങളെന്ന് പറഞ്ഞിട്ട്? തരുമോ? ഡോക്യുമെൻ്റ് ഇടുമോ നിങ്ങളുടെ അടുത്ത്? പറയാൻ പറ്റുന്നുണ്ടായിരിക്കും പല ആൾക്കാർക്കും. അതിപ്പോൾ നമുക്ക് ഭാഗവത്തിൽ കാണാം. ഭാഗവത്തിൽ എങ്ങനെയാണ് വളരെയധികം ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ജഡഭരതിനെ കഴിഞ്ഞ ജന്മത്തെ ഓർമ്മയുണ്ടായിരുന്നു ഇല്ലേ? ഈവൻ നമുക്ക് ഗുരുവായൂർ കാശിൻ്റെ കാര്യം നോക്കുക. ഗുരുവായൂർ കാശിന് എന്തിനായിട്ട് ഓർമ്മയുണ്ട് ഗുരുവായൂരപ്പൻ ആരാണെന്നുള്ളത്? വളരെ ക്ലിയർ അല്ലേ? ഏകാദശി ദിവസം ഇവിടെ കറക്റ്റ് ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് ആനയുടെ കാര്യം നോക്കുക. ആന ഗജേന്ദ്രൻ എങ്ങനെയാണ്, ഗജേന്ദ്രൻ മോഷം എങ്ങനെയാണ് കിട്ടും? ഗജേന്ദ്രന് എങ്ങനെയാണ് ഭഗവാനെ വിളിക്കുന്നത്? ഇന്ദ്രഡുമ്ന അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആ ഇതൊക്കെ അദ്ദേഹം ഓർമ്മ വരുന്നത്. എന്നിട്ട് ആ ശ്ലോകമാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ആന ഓം നമോ ഭഗവതേ തസ്മേ യഥച്ചിതാത്മകം പുരുഷായ ആദി ബീജായ പരേശായ ധീമഹി എന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആന. അതെങ്ങനെ സാധിച്ചത്? ഭഗവാന്റെ മേഴ്സിയാണ്. ഭഗവാൻ ആരാ? ഇദ്ദേഹം വളരെയധികം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ട് ചെറിയ മിസ്റ്റേക്കിൽ പറ്റിപ്പോയതാണ്. കറക്റ്റ് ചെയ്യണം. ശരി. ഇപ്പോൾ ഗുരുവായൂർ ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ തടം വെച്ചിരുന്ന എന്നും ഗുരുവായൂർ കാശ് ഇപ്പോഴും എല്ലാവരും ആ ആനയെ ആരാധിക്കുന്നു ഇല്ലേ? അങ്ങനെ പൊസിഷൻ എത്തിച്ചില്ലേ? ഗുരുവായൂർ ഏകാദശി അന്ന് ഒരാളെ വെയിറ്റ് ചെയ്ത് മരിക്കാനായിട്ട് ആനയ്ക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്ന കുടിക്കാൻ വേണ്ടി വളരെ വലിയ ട്രമ്പ് പോലെ വെള്ളം വെച്ചു. ആ വെള്ളം എടുത്തിട്ട് അമ്പലത്തിൻ്റെ വാതി തിരിഞ്ഞിട്ട് ഇതിലേക്ക് ദേഹത്തേക്ക് വെച്ചിട്ട് വീഴുക ചെയ്യുന്ന അവിടെ ഏകാദശിയുടെ അന്ന്. അപ്പോൾ അതെങ്ങനെ കഴിഞ്ഞു? ഓർമ്മ വരുന്നുണ്ടില്ലേ? അവിടെ ഒന്നും ഓർമ്മ വന്നു ഇല്ലേ? അതുപോലെ ചില സമയത്ത് പല ആൾക്കാർക്കും ഓർമ്മ വരാം. പക്ഷേ ഭൗതികമായുള്ള സ്ഥലത്ത് ഓർമ്മ കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വേണം. ആ സമയത്ത് നിങ്ങളുടെ പേര് വേറെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പഴയ പേരിലായിരിക്കും ആധാർ കാർഡും അപ്പോൾ ഡോക്യുമെൻറ്റും. അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വപ്നമാണ്, ഒറിജിനൽ അല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ സത്യം? പിന്നെ അപ്പം നിങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞേക്കാൻ സത്യമാണോ? എന്തെങ്കിലും ഒന്നുമില്ല ഇവിടെ. സത്യം ശരിക്ക് ഇവിടെ മാത്രമാണ്, നമ്മുടെ ആത്മീയ ലോകത്തിൽ മാത്രമാണ്. ഇവിടെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നടക്കുന്നു എന്നർത്ഥം. റിഫ്ലക്ഷൻ, അതായത് കണ്ണടയിൽ പോയിട്ട് ഇപ്പം നമ്മൾ ഒരു ചെറിയ മുറിവ് പറ്റി വിചാരിക്കും, നമുക്കൊരു പ്ലാസ്റ്റർ ഒട്ടിക്കണം. കണ്ണടയിൽ പോയിട്ട് അവിടെ ഒട്ടിച്ചാൽ നടക്കുമോ? അവിടെ ആളില്ലേ കറക്റ്റായിട്ട്? പറ്റുമോ? പണ്ട് നമ്മൾ വളരെ മുന്നേ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ എനിക്ക് ഈ അമിതാഭ് ബച്ചൻ്റെ ഒരു നല്ല ജോക്കാണ്, സ്റ്റാൻഡേർഡുള്ള ജോക്കാണ്. അതിന് തലയിലും ഒട്ടുപൊട്ടി, എന്നിട്ട് പ്ലാസ്റ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് നല്ലപോലെ കള്ളടിച്ചിട്ടുണ്ട്, ബോധമൊന്നുമില്ല. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഒട്ടിക്കുകയാണ്, കണ്ണടവിൽ ഒട്ടിക്കുന്നത് അത് നോക്കിയിട്ട്. അത് നല്ല സ്റ്റാൻഡേർഡുള്ള ജോക്കായിരുന്നത്. അപ്പോൾ അത് ഞാൻ മനസ്സിൽ വെച്ചാൽ അത് ഞാൻ പറഞ്ഞു പ്രകാരം. അതുപോലെയാണ് ഇവിടെ ഒറിജിനൽ റിഫ്ലക്ഷൻ. ഇതൊക്കെ എന്താണ്? ഒരു റിഫ്ലക്ഷൻ, ഒറിജിനലിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ശരിക്കും. അതായത് ഛായ എന്ന് പറയാം. ഛായ മനസ്സിലായില്ലേ? പ്രതിബിംബം അല്ലേ? അങ്ങനെ പറയില്ലേ? പ്രതിബിംബം. അതാണ് നമ്മൾ ഇതൊക്കെ. പക്ഷെ നമ്മളിത് ഒറിജിനൽ എന്ന് വെച്ചിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ പ്രവർത്തിക്കുന്ന ശരിയുള്ള പ്രവർത്തനമാണോ? അല്ല. അപ്പോൾ അതിനെപ്പറ്റി തെറ്റും ശരിയും എങ്ങനെയാണ് പറയാൻ പറ്റും? പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയല്ല, പിന്നെ അതിലെന്ത് എന്ത് എന്ത് തെറ്റ്, എന്ത് ശരി? നിങ്ങൾ പ്രവർത്തിക്കുന്നത് തെറ്റിലാണ്, പിന്നെ എന്ത് തെറ്റ് ശരിയാണ്? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഇത് നമ്മൾ ഒരു ഫോൾസായിട്ടുള്ള നമ്മുടെ തിങ്കിങ് ആണല്ലോ. സ്വപ്നത്തിൽ ചിന്തിക്കുന്ന പോലെയെന്നും ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അത്. സ്വപ്നത്തിൽ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്. പക്ഷേ ഉറക്കം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അതുതന്നെ സംഭവിക്കുന്നു. വളരെ വലിയൊരു നിദ്ര നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ ഉറക്കം ഇത് കഴിഞ്ഞു, ഇവിടെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. അപ്പോൾ അതാണ് അവിടെ തെറ്റും ശരിയൊന്നുമില്ല. ഇവിടെയുള്ളത് ശരി കൃഷ്ണ കോൺഷ്യസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കൃഷ്ണാഭാവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും നാമം ജപിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും സത്സംഗമാണ് ഇവിടെ എന്തുള്ളത്? സത്യമായിട്ടുള്ളത്. ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ നോക്കിയോളൂ.
അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്ത് വലിയ നേഷൻസും എത്രമാത്രം കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും, മറ്റാൾക്കാർ എല്ലാവരും എനിമിറ്റിയാണ് ഇവിടെ. ഒരാൾ വളരുന്നു മറ്റാൾക്ക് കണ്ടിടുവാന്ന് അറിയില്ലേ? അതാണ് ഇവിടെ ലോകം മുഴുവനാണ് നടക്കുന്നത്. എന്താ കാര്യം? അത് കഴിവില്ലാത്ത ആൾക്കാരാണോ? ഇത്തരത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണോ? ഏത് ബുദ്ധി? ഈ മായാബുദ്ധി. അസമ്മോഹമല്ല സമ്മോഹമാണ് നടത്തവർക്ക്. അതുകൊണ്ട് അറിയാൻ പറ്റില്ല അവർക്ക്. ശരിക്കും കാര്യങ്ങൾ വസ്തുത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ കോഴ്സിൽ വരണം. അല്ലെങ്കിൽ അല്ലാതെയുള്ള കാണലൊക്കെ ഈ ഇതാണ്, എന്താണ്, ചായ റിഫ്ലക്ഷനുള്ള കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം തെറ്റും ശരിയും ഇവിടെ വരുന്നുണ്ട്. തെറ്റും ശരിയില്ല, ഒരു ശരിയുണ്ട്. എന്താ ശരി? കൃഷ്ണ കോൺഷ്യസ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അപ്പോൾ സത്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് വന്നത് ഞാൻ അടുത്ത് വായിക്കും. സത്യമെന്നതല്ല വാസ്തവമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സത്യം വളച്ചൊടിക്കാതെ പറയാം. ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സത്യമാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി വസ്തുതകളെ അതേപടി അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിന്റെ നിർവചനം. ആവശ്യമില്ലാതെ സ്വന്തം സുഖാനുഭോഗങ്ങൾക്കു വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ല, എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖാനുഭോഗങ്ങൾ ആത്മീയ പുരോഗതിക്ക് ദോഷം ചെയ്യും. ഇന്ദ്രിയങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെയും മാറ്റി നിർത്തണം. അതിനെ ശമം എന്ന് പറയുന്നു. ധനസമ്പാദനോപായങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പോക്കുന്നത് ചിന്താശക്തിയുടെ ദുരുപയോഗമാണ്. മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങൾ ഇത് ഒരു മിനിറ്റ്, ഇത് പാരണമെങ്കിലും നിങ്ങൾ പറയാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതും അതിനുവേണ്ടി നിൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നതും ദുരുപയോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? നമ്മൾക്കെന്തോ പറ്റിയെന്ന് വിചാരിക്കുക അവർ, അല്ലേ? അങ്ങനെ വിചാരിക്കുക. ഇയാൾക്ക് എന്താ എൻ്റെ കാര്യം? അതിൻ്റെ കാര്യം എന്താ അറിയും? സത്യം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. അധികം ആൾക്കാരും ഭ്രാന്തന്മാരായതുകൊണ്ട് ഭ്രാന്തില്ലാത്ത ആൾക്കാർ അവരും ഭ്രാന്തന്മാരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് കാര്യം, മറ്റൊന്നല്ല. ഇവിടെ ഒരു ഞാൻ വിറ്റ് പറയാറില്ല പൊതുവെ, പക്ഷേ ഇതിനു വേണ്ടി ഒരു സ്റ്റാൻഡേർഡുള്ള വിറ്റ് പറയാം. ഒരിക്കലേ പ്രൈം മിനിസ്റ്റർ ഭ്രാന്താലയം വിസിറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, ഭ്രാന്താലയം അവിടെ ഭ്രാന്തമാരുടെ ആസ്പത്രി ഉണ്ടല്ലോ, അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആൾ ചോദിച്ചു, ഭ്രാന്തുള്ള ആൾ പ്രൈം മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ കഴിഞ്ഞു? അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ഇതന്നെ എനിക്കും പറ്റിയത്, താനും അകത്തേക്ക് വരാറുണ്ടെന്ന്. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ അവരെന്താ വിചാരിക്കുന്നത്? എല്ലാവർക്കും ഭ്രാന്താണ് പുറത്ത് നടക്കുക. ഒറിജിനൽ ആൾ കറക്റ്റായിട്ട് പറയുമ്പോൾ അയാൾ എന്താക്കി ഭ്രാന്തനാക്കി. ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ പേര് പറയുന്നു, എന്താക്കി ഇങ്ങനെ പറഞ്ഞാൽ ഞാനും അകത്തായി എന്നാണ് പറയുന്നത് അയാൾ. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരെല്ലാവരും കൂടുതൽ ആൾക്കാരും അകത്തായതായതുകൊണ്ട് അവരെല്ലാം വിചാരിക്കും നമ്മൾ അവരൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരും, ഭ്രാന്തഞ്ജലി എടുക്കുന്ന ആൾക്കാരൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരും, പുറത്തുള്ള ആൾ മോശമാണെന്നവർ വിചാരിച്ചു. അതുപോലെയാണ്. അപ്പോൾ അതായത് ഭ്രാന്താവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേളം വെച്ച് അടി ഉണ്ടാക്കി ഒഴുന്നല്ല ഭ്രാന്താവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിയായുള്ള അവസ്ഥ മനസ്സിലാക്കാതിരിക്കുകയാണ് ഈ ഭ്രാന്ത്. മനസ്സിലായില്ലേ? ശരിയാണ് അവസ്ഥ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ വസ്തുത എന്താണ്? ശരിയുള്ള വസ്തുത, ശരിയുള്ള മനസ്സിലാക്കൽ എന്താണ്? നമ്മൾ എന്താ വസ്തുത? ഞാൻ ആരാണ്, എന്താണെന്ന്, ഇതാണ് ശരിയുള്ള വസ്തുത. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ്? ഭ്രാന്താവസ്ഥ. കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഹരേ കൃഷ്ണ. സത്യം
അല്ലാതെ പറയില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെ പറയുമ്പോൾ ആ രീതി സൃഷ്ടിയുടെ സമയത്ത് സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല, ഭൂമിയില്ല. ഭൂമി ഉണ്ടായില്ലേ ഒരു ഭൂമിക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചിന്തിക്കുകയാണ് അദ്ദേഹം, ഇപ്പോൾ നമുക്ക് വേറെ ഭഗവാനോട് തന്നെ പറയേണ്ടി വരും. പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്നെ മനസ്സിലേക്ക് കാണുകയാണ്. സൃഷ്ടി തുടങ്ങണം, ജീവജാലങ്ങളൊക്കെ വരണം, ഇവിടെ ഭൂമി കാണുന്നില്ല. ഉടൻ തന്നെ ഭഗവാനോട് പറയാം, അവനോട് സംസാരിക്കാൻ ചിന്തിക്കുമ്പോഴേക്കും ഒരു വളരെ ചെറിയ തമ്പിൻ്റെ സൈസിലുള്ള എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കുന്ന് ചാടി, ബ്രഹ്മാവിൻ്റെ മൂക്കുന്ന് പുറത്ത് ചാടി നോക്കുമ്പോൾ അത് ഇതിൻ്റെ വാരാഹത്തിൻ്റെ ഇതായിട്ട് കുറച്ചുകൂടി വലുതായിട്ട് മുന്നിൽ കണ്ടു. എനിക്ക് സംശയം, എന്താ ഈ സംഭവം, എൻ്റെ മൂക്കുന്ന ഭഗവാൻ എവിടുന്ന അവിടെ വന്നത്, ഭഗവാൻ സൃഷ്ടി എവിടുന്ന വന്നപ്പോഴും അവിടെ ബ്രഹ്മാവിൻ്റെ മൂക്ക് അല്ലേ. അപ്പോൾ ആരാണ് അമ്മ? ഭഗവാന്റെ വരാഹമൂർത്തിയുടെ അമ്മ ആരാണോ? ഭഗവാൻ അമ്മയും അച്ഛനില്ല. അതാണ് എൻ്റെ കാര്യം. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക രൂപത്തോടെ ഭഗവാൻ പുറത്തേക്ക് കിടക്കും. നരസിംഹന്റെ അച്ഛനും അമ്മയും ആരാ? പില്ലറാണോ? വേണ്ട സമയത്ത് പല കാരണങ്ങളെ കൊണ്ട് ഭഗവാൻ ഒരു അച്ഛനെ ഉണ്ടാക്കുന്നു. ഭഗവാന് വേണ്ടി ഭഗവാൻ അച്ഛനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഭഗവാൻ അമ്മയെ സെലക്ട് ചെയ്യുന്നു. അത് ആ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ട്. അല്ലാതെ ഭഗവാനും അച്ഛനും ഇല്ല. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അച്ഛൻ എന്ന് വെച്ചാൽ ജനിക്കാത്ത ആളാണല്ലേ. അപ്പോൾ പിന്നെ എവിടെയാണ് അച്ഛനും അമ്മയും വരുന്നത്? ഭഗവാനാണ് എല്ലാവരുടെയും അച്ഛൻ, മനസ്സിലല്ലേ. പിതാമഹസ്യ ജഗതോ ദാതാ പിതാമഹ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ എല്ലാ പിതാവും ഞാനാണ്, പിതാമഹനും ഞാനാണ്, എല്ലാവരും അമ്മയും ഞാൻ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തന്നെ വരാഹമൂർത്തിയുടെ ചെറിയ രൂപമുണ്ടായിട്ട് പിന്നെ അത് വികസിക്കാൻ തുടങ്ങി, വളരെ വലുതായി. അപ്പോഴൊക്കെ മനസ്സിലാവും ഇത് കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അതിൻ്റെ ഭഗവാന്റെ ശബ്ദം ഉണ്ടല്ലോ, ഭഗവാന്റെ ഒരു അട്ടഹാസം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ പ്ലാനറ്ററി സിസ്റ്റം മുഴുവൻ കുലുങ്ങിയെന്ന് പറയുന്നു. നമുക്ക് പ്ലാനറ്റ് പോയിട്ട് കാര്യം അതുണ്ടാവും. ഭഗവാന്റെ ഓരോ രോമകൂപുകളിൽ നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടാകുന്നത്. യക്കാരണാരോചലേ വൈദ്യസ്മയോഗ നിദ്രം അനന്ത ജഗദണ്ഡ സ്വരോമകൂപ അങ്ങനെയാണ് പറയുന്നത്. ഭഗവാന്റെ രോമകൂപുകളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ജഗദണ്ഡങ്ങൾ വരുന്നു, പുറത്തേക്ക് വരുന്നു. അത് അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും പ്രയാസം, ഒരു അട്ടഹാസിക്കും ഒരു പ്രയാസമില്ല. അട്ടഹാസം കേട്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി ഇതാരാണെന്നുള്ളത്. പിന്നെ സൈസാങ് വളരെ വലുതാണ്. അപ്പോൾ അവിടെ എല്ലാ ലോകങ്ങളിലും കാണാൻ പറ്റിയാണ്, സത്യലോകം വരെ കാണാൻ പറ്റിയാണ്. ശരി, ഒരു ആരത് കൊണ്ടുപോയെന്നൊരു ഭൂമി മാറ്റിയിട്ടതാരായിരുന്നു? ഒളിപ്പിച്ചതാരായിരുന്നു? ഹിരണ്യാക്ഷ എന്ന അസുരൻ. ആദ്യ അസുരനാണ് അദ്ദേഹം കൊണ്ടുപോയിട്ട് എവിടെ വിളിച്ചു? ഇതിൻ്റെ ഗർഭകടലിലെ താഴത്ത് ഏറ്റവും താഴെയുള്ള സൈഡിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അപ്പോൾ ഇതിനു വേണ്ടി ഭഗവാൻ വരാഹത്തിൻ്റെ രൂപമുണ്ടായി എടുത്തു. ഭഗവാൻ പല രൂപം എടുക്കാതില്ല. എന്തുകൊണ്ട് വരാഹത്തിൻ്റെ രൂപം എടുത്തു? ചാലിയിൽ പോകണം, ആ ഭൂമി പൊക്കണം, എന്നിട്ട് തല്ല് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അവിടെ ഹിരണ്യാക്ഷമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട് ചെറുതായിട്ട്. ഹിരണ്യാക്ഷന് കാര്യമായിട്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയില്ല, പക്ഷെ ചെയ്യാനുള്ള സമയമൊന്നും കൊടുത്തില്ല. അതുണ്ടായത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിൽ പറയുന്നില്ലേ ശൂക്കര രൂപ അല്ലേ, ജഗദീശഹരെ അതിൽ അഷ്ടപതിയിൽ പറയുന്നുണ്ട്. അത് ശരി, ദശാവതാരത്തിൽ. അങ്ങനെ ശൂക്കര രൂപം ഒരാവതാരം എടുത്തത് എന്തിനാണ്? ഭൂമി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഭൂമി ഒക്കെ കൊണ്ടുവന്നത്? നമുക്ക് ഇനി വരണപ്പെടെ ഭൂമിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് ഭൂമിയുണ്ട് ഇല്ലേ. അപ്പോൾ ഭൂമി കൊണ്ടുവന്നത് എന്തിനാണ്? പൊക്കി കൊണ്ടുവന്നത് ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി കഴിഞ്ഞ സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു രാത്രി കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് നോക്കുമ്പോൾ സമയത്ത് അടുത്ത സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലയോ, ഭൂമി കാണുന്നില്ല, പിന്നെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മനുക്കൾക്ക് അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങാനായിട്ട് ഒരാവതാരം ഉണ്ടായി. അപ്പോൾ ഭഗവാൻ അവതാരം എപ്പോഴും ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? അതായി പറഞ്ഞു വരുന്നത്. എന്തിനു വേണ്ടി ഭഗവാൻ അവതാരം ഉണ്ടാകുന്നത്?
നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ, നമ്മൾക്ക് സംസാരിക്കാൻ, നമുക്ക് തിരിച്ചു പോകാൻ ഒരേ ഒരു വഴി ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് മാത്രമാണ്, വേറൊന്നുമില്ല. അത് നിങ്ങൾ നമ്മൾ ഹയർ പൊസിഷനിൽ അങ്ങനെ അവിടുത്തെ സെക്രട്ടറി ഇവിടുത്തെ പ്രസിഡൻ്റായി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ സംസാരിക്കണം. ഏത് പ്രസിഡൻ്റായാലും ഏത് സെക്രട്ടറി ആയാലും ശരി, ഭഗവാനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഭഗവാന്റെ ലീലകൾ നമ്മൾ സംസാരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ലീല ഉണ്ടാക്കി. അല്ലെങ്കിൽ ആ താറ്റയുടെ മുകളിൽ ഭൂമി കൊണ്ടുവരുന്ന ആൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭൂമി അവിടെ നിന്ന് ഭഗവാൻ വിചാരിച്ചാൽ മതി, മനസ്സിൽ വിചാരിച്ചാൽ മതി, അവിടെ കറക്റ്റേം ഓട്ടോമാറ്റിക് വരും. അവിടെ ഈ വരുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. ശരി, ഭഗവാൻ വന്നിട്ട് ഓരോന്ന് കാണിക്കുന്നു, ഓരോ ലീലകൾ കാണിക്കുന്നു, നമുക്ക് സംസാരിക്കാൻ വേണ്ടി, നമുക്ക് പറയാൻ വേണ്ടി, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി, നമുക്ക് ഓർക്കാൻ വേണ്ടി. അതിനാണ് വരുന്നത്. സ്മർത്തവ്യം കീർത്തവ്യച്ച സ്മൃതി, നമ്മൾ സ്മൃതിയിൽ വരാനായിട്ട്, അതുപോലെ തന്നെ ഭഗവാനെ പറ്റി കേൾക്കാനായിട്ട്, ഭഗവാനെ പറ്റി പറയാനായിട്ട് ഉണ്ട്. ചെറുതായിട്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി അവിടെ കടലിൽ വെച്ചിട്ട്. ഹിരണ്യകശിപു ചോദിച്ച് അസുരന്മാരായാലും ഇത്രയും കഴിയുള്ള ഈ ഭൂമിയെ കൊണ്ടുപോകാൻ കഴിയുള്ള ആൾ പോലും ശരിക്കും മനസ്സിലാക്കുന്നില്ല ഭഗവാൻ ആരാണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറയേണ്ടത് ഭയങ്കര സയൻറ്റിസ്റ്റാണ്. ഭൂമിയുടെ എൻ്റെ അട്രാക്ഷൻ്റെ ഇതുണ്ടല്ലോ, അത് കളയ ചെയ്ത് അങ്ങനെ അന്ന് ഭൂമിയെ താഴ്ത്തിട്ട് അങ്ങനെ അതിൽ പറയുന്നുണ്ട്, പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്. ഭൂമിയെ നിൽക്കാനുള്ള അതിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് കളഞ്ഞു അദ്ദേഹം. എന്നിട്ടാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇതപ്പോൾ ഭയങ്കര സയൻറ്റിസ്റ്റാണെന്ന്. അങ്ങനെ കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കായിട്ട് ഗർഭോദകർഷായി വിഷ്ണു വിളിക്കുന്ന ആ സ്ത്രീയുടെ ഏറ്റവും അടിയിൽ പോയി. അങ്ങനെയാണ്. അപ്പോൾ ആ ചെറിയ യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതും ഭഗവാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, സത്യലോകം തൊട്ടുള്ള ആൾക്കാർ മുഴുവൻ ഭയങ്കരമായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഏത് രൂപത്തിലായാലും എന്തായാലും ഭഗവാൻ തന്നെ ആണ്. ഭഗവാനെ അവർ പ്രൈസ് ചെയ്യുന്നു ധാരാളം. അന്ന് നമ്മുടെ വാമനമൂർത്തിയുടെ അവതാരം ഉണ്ടായ സമയത്തും സത്യലോകത്തിൽ ബ്രഹ്മാവും എല്ലാവരും എന്ത് ചെയ്യുന്നു, കാലുകാനാണ് ഭഗവാന്റെ സത്യലോകത്തിൽ. എന്താ എങ്ങനെ കണ്ടത്, എന്താ കാണാൻ കാരണം? 3 അടി മണ്ണളന്നു പറഞ്ഞില്ലേ, ബലിമഹാരാജ് 3 അടി മണ്ണ് കൊടുക്കാനായിട്ട് വാമനദേവൻ 3 അടി മണ്ണ് അളക്കുന്നില്ലേ? ആ സമയത്ത് വാമൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ, സത്യലോകത്തിലെത്തി, ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ. അതാണ് ഉരുക്കവിക്രമം എന്ന് പറയുന്നത് ഭഗവാനെ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല അത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭഗവാൻ. ബ്രഹ്മാവ് അവിടെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ട്, ചില എടുത്തിട്ട് സ്പെഷ്യൽ പ്രയേഴ്സ് കൊടുക്കുകയാണ് ഭഗവാനെ. അവർക്ക് ഭാഗ്യമാണ് അതിനെ കാണാൻ കിട്ടുന്നത്. ബ്രഹ്മാവിനെ നോക്കും, നമുക്ക് പിന്നെയും എന്ത് മഹാഭാഗ്യമുള്ള ആൾക്കാരാണ് നോക്കുന്നത്. നമുക്ക് ഭഗവാന്റെ രൂപങ്ങളും ഭഗവാന്റെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു, കിട്ടുന്നു. അവർക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഈ സ്വർഗങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര പ്രയാസം ഭഗവാന്റെ കാര്യം ഇതാക്കി. കാരണം വെച്ചാൽ അവർക്ക് ഹയർ ലെവലിലാണ് അവരെ ലൈഫ് സ്റ്റൈല്. ഭഗവാൻ ചിന്തിക്കാനൊക്കെ സമയമൊന്നുമില്ല, ഭഗവാനെ കുറിച്ച് സംസാരിക്കാനൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, 12 മണിയല്ലേ ഓഫറിങ് ഉണ്ടോ? അതിൽ പറയുന്നത് സ്വർഗിണോപിയതമിച്ഛന്തി ലോകാ നിരായണസ്ഥിത. അത് ഈ ലോകത്തിൽ വരാനുണ്ടല്ലോ, നമ്മുടെ ഈ ലോകത്തിൽ വരാനായിട്ട് ദേവന്മാർ പോലും സ്വർഗിണോപി, സ്വർഗ അദേവന്മാരുണ്ടല്ലോ, അവരും കൂടി ചിന്തിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ലോക നിരായണ. എന്തുകൊണ്ട്? സാധകം ജ്ഞാനഭക്തിഭ്യ. അവർക്ക് സാധിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാനെ സേവിക്കാൻ കഴിയുന്നു. അവിടെ ആരും കഴിയുന്നില്ല എന്ന് അവരാഗ്രഹിക്കുകയാണ്. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര തോന്നിയിരുന്നില്ല കറക്റ്റായിട്ട്. ഭാഗത്തിൽ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതാലോചിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അവർ കൂടി ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. എന്തിന്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പോസിബിളാണ്. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത നമ്മളൊക്കെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിൽ, അതായത് ഭൂലോകം തന്നെ പാൻട്രി സിസ്റ്റമാണ് ശരിക്കും. ഭൂർ സ്വർ അങ്ങനെ വേണ്ട അവിടെയാണ് പോകുന്നത്. മഹർ ജന തവ സത്യം. ഭൂലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ, എക്സാക്ട് മിഡിലല്ല ശരിക്കും, ടോട്ടൽ 14 ഇതുണ്ടല്ലോ, മനസ്സിലായില്ലേ? ഭൂമിക്ക് മുകളിൽ 7 ഉണ്ട്. അപ്പോൾ 7 1 8 മനസ്സിലായി? ഭൂമി വരുമ്പോൾ ഭൂമിക്ക് മുകളിൽ ഭൂർലോക, ഭൂർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോക. 6 7 പിന്നെ 7 അപ്പോൾ എക്സാക്റ്റ്
14ൻ്റെ എക്സാക്റ്റ് ഏഴാമത്തെ ആയിരിക്കില്ല നമ്മൾ ഇതിൻ്റെ അങ്ങനെയാണ്. ഏതായാലും 14 അതിൻ്റെ മിഡിൽ ഭൂലോകമാണ്. ഭൂലോകം കഴിഞ്ഞിട്ട് ബോർലോകം വരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്ലാനറ്ററി സിസ്റ്റമാണ് ശരിക്കും, ഡിഫറെൻറ്റ് പ്ലാനറ്റ്. അപ്പോൾ ഇവിടെ തന്നെ വരാനാണ് ആഗ്രഹിച്ചത്. ഒരു പക്ഷേ നമ്മൾ ഇതുപോലെ തന്നെ പണ്ട് ആഗ്രഹിച്ച് കാണും, മനസ്സിലായില്ലേ? സ്വർഗത്തിലായാലും മറ്റുള്ളായിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇത്രയും പെട്ടെന്ന് നമുക്ക് കൃഷ്ണ കോഴ്സിനെ കിട്ടി വരില്ലായിരുന്നു. കൃഷ്ണ കോഴ്സ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് ഭൂലോകത്തിൽ ജനിച്ചു ഇതിൽ പെട്ടെന്ന് കിട്ടുന്നൊന്നുമില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാഭാഗ്യമുള്ള ആൾക്കാരാണ്. കൃഷ്ണാബോധത്തിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ എത്ര കോടി ജന്മം കഴിഞ്ഞിട്ട് കോടി പ്ലാനറ്റ് കൂടെ കടന്നു പോയിട്ടുണ്ട്, പ്ലാനറ്റുകൾ പോയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. എന്നിട്ടായിരിക്കും നമുക്ക് ഇത്രയും വലിയ ടോപ്പ് മോസ്റ്റ് ട്രൂത്താണത്, സത്യത്തിൻ്റെ ടോപ്പ് മോസ്റ്റാണ്. അപ്പോൾ ആ സത്യം നമുക്ക് മനസ്സിലായി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്തായാലും നരകത്തിനോ മറ്റുള്ള സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കില്ല. കാരണം ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കിട്ടാൻ കാരണം. യേശാം തൊന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണ തേ ദ്വന്ദ്മോഹ നിർമുക്ത ജയന്തി മാം ദൃഢ. അങ്ങനെയാണ് ശരിക്കും പല കർമ്മങ്ങളെ കൊണ്ട് അവർ പാപങ്ങളൊക്കെ പോയി. അതാണ്. അപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള പാപം നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താവും? അതുകൂടി ഹരിച്ച് കളയുന്നവർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്താണ് സത്യം എന്നുള്ളത് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് പോലും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരൊറ്റ സത്യം മാത്രമാണ്. എന്താണ്? കൃഷ്ണ കോൺഷ്യസ്. മനസ്സിലായി? അതാണ് ശരിയുള്ള വഴി. നമുക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് വഴി അറിയാം. ഇനി നടന്നാൽ മതി. ഇനി നടക്കാനാണ് പ്രയാസം. ആ വഴിക്ക് നടക്കാനായിട്ട് പോസ്റ്റ് നമുക്ക് മനസ്സിലായി എവിടേക്കാണ് ഗോൾ അടിക്കേണ്ടതുണ്ട്. പ്രപ്പോസൽ ഗോൾ എവിടെയാണ്? പോസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. പ്രപ്പോസൽ ചെയ്യാൻ പറ്റില്ല. പ്രപ്പോസൽ ചിലപ്പോൾ ഏതെങ്കിലും വേറെ പ്ലാനറ്ററി സിസ്റ്റത്തിൽ പോയിണ്ടാവും കൃഷ്ണ മനസ്സിലായിട്ട്. നമ്മളെ ഓക്കെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പ്രപ്പോസൽ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ മതിയല്ലോ. പ്രപ്പോസൽ വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? പ്രപ്പോസലിൻ്റെ സിസ്റ്റം അനുസരിച്ച് എങ്ങനെയായിരിക്കും? അല്ലെ, നമുക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തന്നു. നമുക്ക് കറക്റ്റ് വഴി തന്നു. ഇത് നമ്മൾ നടന്നാൽ മതി. നടക്കണം നമ്മൾ. അതാണ് അത്. വേറെ ചെറിയൊരു വിറ്റുകൂടിയും പറയും ഉറക്കം വരുന്ന ആൾക്കാർക്ക്. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ് ഉറന്നല്ല. അതായത് ലേറ്റായിട്ട് ക്ലാസ്സിൽ വന്നു ഒരു കുട്ടി. ലേറ്റായിട്ട് വന്നപ്പോൾ അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ റോഡും ഇതൊക്കെ ആയത്. പണ്ടെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ വയലിൽ കൂടിയുള്ള വഴികളൊക്കെ ഉണ്ടാവും ഇല്ലേ? അതുകൂടെയൊക്കെ ആയിട്ട് അത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ ചളിയൊക്കെ കയറി അതിൻ്റെ വേലിക്ക് വെട്ടിയിട്ട് കാണും ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുട്ടി ഇതുപോലെ വയൽ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലെത്താനായിട്ട്. എന്താ ലേറ്റായി ചോദിക്കും. അതുപോലെ പറഞ്ഞ പോലെ ഭരതത്ത് മുഴുവൻ ഈ ചളിയൊക്കെ വാറ്റിയിട്ടുണ്ട്. ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. കണ്ട് ശരിയിലേക്ക് സ്ലിപ്പ് ചെയ്യണമെന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ന് വരാൻ പ്രയാസമായി. അപ്പോൾ മാസ്റ്റർ അതെങ്ങനെ ഒരു സ്റ്റെപ്പ് നടന്നപ്പോൾ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയപ്പോൾ നീ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തിരിഞ്ഞു കാണുന്ന ഭാഷ ചെയ്യുന്നത്. അപ്പോഴാണ് എത്തിയത്. അതുപോലെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നു. നമ്മൾ ഒരു സ്റ്റെപ്പ് പോകുന്നു, പക്ഷെ 2 സ്റ്റെപ്പ് വഴി നമുക്കറിയാം. പക്ഷെ ഇനി നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇനി നമുക്ക് വഴി മനസ്സിലായി. ആ വഴി നമുക്ക് എത്തലാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ് വേണ്ടത്? നമുക്ക് വളരെ ഈസിയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി പോകുക. അപ്പോൾ ഈ വഴി കറക്റ്റായിട്ട് വഴി കൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? ഗോലകൃഷ്ണല്ലേ? ഏതെങ്കിലും ലോകത്തിലെ അല്ലേ? നമ്മുടെ അതനുസരിച്ചുള്ള ഒന്നുകിൽ ഗോലോകമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വൈകുണ്ഠങ്ങളായിരിക്കാം. ഗോലോകം തന്നെ വൈകുണ്ഠത്തിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റലാന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ള പല സ്റ്റേറ്റുകളുണ്ട്. ഡൽഹി ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഗോലോകം ക്യാപിറ്റലാണ് മറ്റുള്ള വൈകുണ്ഠ ലോകങ്ങളിൽ. അതും വൈകുണ്ഠം തന്നെയാണ്. ഗോലോകം വൈകുണ്ഠം തന്നെയാണ്.
നമ്മുടെ ലോകം എല്ലാം നടത്തും ഗോലോകം. ആരുടെ ലോകം അത്? പശുക്കളുടെ ലോകം. ഗോലോകം എന്ന് വെച്ചാൽ എന്താ നടത്തും? ഗോക്കളുടെ. അതാണ് ഗോ ബ്രാഹ്മണ ഹിതാച്ച നമ്മൾ പറയില്ലേ. പശു ആരെ ഇഷ്ടം ഭഗവാന് കൂടുതൽ? ഗോക്കളെ. ഇവിടെ ഗോശാല ഉണ്ടല്ലേ. ആ